പ്രസവം കഴിഞ്ഞാലും പ്രസവത്തിന് മുമ്പാണെങ്കിലും അല്ലെങ്കിൽ ഗർഭിണി ആയിരിക്കുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കുടിക്കുന്ന വെള്ളം ഉലുവ വെള്ളമാണ്. അപ്പോൾ അത് നല്ലതാണ് നമ്മൾ ഇങ്ങനെ കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമില്ല, പക്ഷേ എന്നാലും ഞാനത് കുടിക്കുകയാണ്, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉലുവ വെള്ളം കുടിച്ച ഗ്ലാസ്സൊക്കെ കഴുകി വെച്ചു. എങ്ങനെയൊക്കെ കഴുകിയാലും ആ ഉലുവയുടെ ഒരു സ്മെല്ല് ഗ്ലാസ്സിൽ നിന്നും പോവില്ല, ഏമ്പക്കൂടുമ്പോൾ ഇങ്ങനെ തികട്ടി വായിലേക്ക് വരികയും ചെയ്യും. എനിക്ക് എന്തോ പോലെയാണ്, പക്ഷേ എന്നാലും ഞാനത് കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ എടുത്ത് ഷോ കാണിക്കുന്നത് നമുക്കിത് കഴുകി അരിഞ്ഞ് വെക്കണം. കാരണം രാവിലെ എണീക്കുമ്പോഴത്തേനും കുഞ്ഞുമണി എപ്പോഴാണ് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ അതുകൊണ്ട് പച്ചക്കറിയൊക്കെ കുറച്ച് നേരത്തെ അരിഞ്ഞു വെക്കണം. രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ എന്തായാലും ലഞ്ച് ബോക്സിലേക്ക് കറികൾ വെക്കാൻ വേണ്ടി പച്ചക്കറി വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകി അരിഞ്ഞ് പെറുക്കി വെക്കാനോട്ടോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് രാവിലെ തന്നെ അധികം കിടന്ന് പെടാപ്പാട് വരണ്ട. അതേപോലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും അതേപോലെ തന്നെ പച്ചമുളകും പിന്നെ ചെറിയുള്ളിയും എല്ലാം ഞാൻ ഒരുക്കി കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ പണികളൊന്നും തന്നെ ശരിയാവുന്നില്ല. അച്ചിങ്ങയുടെ തലയും വാലും കളഞ്ഞ് ഇതേപോലെ പൊടിയായിട്ട് അങ്ങ് നമുക്ക് അരിഞ്ഞരിഞ്ഞ് വയ്ക്കാം. പൊടിയായിട്ടല്ല, ഇതിപ്പോൾ മെഴുക്കുവരട്ടിയുടെ ഭാഗത്തിനാണ്. കത്രി കൊണ്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കഴിയും കേട്ടോ. അപ്പോൾ കോവയ്ക്കയും അച്ചിങ്ങയും ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒരു 4 ദിവസത്തേക്ക് വേണ്ടിയുള്ള പച്ചക്കറി ഞാനിവിടെ അരിഞ്ഞ് പെറുക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ.